കാരണം ഇന്ന് ഇറാനിൽ നടന്ന അല്ലെങ്കിൽ ഇന്നലെ രാത്രി നടത്തിയ അവിടുത്തെ ഏറ്റവും വലിയ ടോളസ്റ്റ് ഒരു പുതിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു, B1. അത് തകർത്തതോടുകൂടി ഈ സിവിലിയൻ ടാർഗറ്റ്സിന് മേലുള്ള ഇറാന് ആക്രമിക്കാനുള്ള ഇറാന്റെ ആ റിസോൾവ് വളരെയേറെ കൂടിയിട്ടുണ്ട്. അവർ വളരെ അക്രമാസക്തമായ ഒരു മെന്റാലിറ്റി നിൽക്കുകയാണ്. അതിനൊട്ടും വീഴ്ചയില്ലാത്ത രീതിയിലാണ് US-ന്റെ ഇപ്പോഴത്തെ കടുത്ത നിലപാട്. US-നെ സംബന്ധിച്ചോളം വേറെ ഒരു മാർഗവുമില്ല. ഇതിൽ നിന്നൊരു എൻഡ് ഗെയിം എന്താണെന്ന് അവർക്ക് തന്നെ തിട്ടമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. മാറി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചോളം ഇവിടെ വളരെ നിർണായകമായ ഒരു ഫേസാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള 3 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന്, ഇത് ഒരു പെട്ടെന്ന് ഒരു എക്സിറ്റ്, അതായത് ഓഫ് റാമ്പ് സീസ്ഫയർ സൊല്യൂഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു ഏറ്റവും കൂടുതൽ എസ്കലേറ്റ് ചെയ്ത് ഡീഎസ്കലേറ്റ് ചെയ്യുക, കൂടുതൽ കൂട്ടിയിട്ട് ഡീഎസ്കലേറ്റ് ചെയ്ത് ഇറാനെ സറണ്ടർ ചെയ്യിക്കുക. അല്ല, മറ്റു ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന്.